പുള്ളി എൻ്റെ മാനേജറാണ്, ബോഡി ഗാർഡാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ കാണുന്നില്ല, കൂട്ടുകാരനെ പോലെയാണ്. പക്ഷേ പലപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് ചോദിക്കുമ്പോൾ മാനേജർ ബോഡി ഗാർഡ് എന്ന് പറയുന്നത് എനിക്ക് തടി തപ്പാൻ വേണ്ടിയാണ്, തടി രക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലാണ്ട് അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടിയല്ല അങ്ങനെ പറയുന്നത്. കാരണം പുള്ളിക്ക് താടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുണ്ട്, മുടിയുണ്ട്. ആ ലുക്ക് കാണുമ്പോൾ ആൾക്കാർ പേടിക്കും. അതുകൊണ്ട് മാത്രമാണ് പുള്ളിക്ക് 150 രൂപയ്ക്ക് വെച്ച് പുള്ളി വെച്ചത്. മീശ താടിയൊക്കെ ഉണ്ടായിരിക്കും. അല്ല, താങ്കളുടെ അത്ര മീശ എനിക്കില്ല, ഉണ്ടായിരുന്നില്ല. അതല്ല, കട്ടി മീശ ഉണ്ടായില്ല, കുറച്ചുണ്ടായി. ലുക്ക് നമുക്കിപ്പോൾ ക്രിസ്മസ് ആൽബം 2 ചെയ്തു. ഇപ്പോൾ 1 റിലീസായി. ക്രിസ്മസ് അപ്പനായിട്ട് അലിൻ ജോസ് പെരേര എന്ന് പറഞ്ഞൊരു നിഷ മീഡിയ റിലീസായി. കാണാത്തൊരു കാണാട്ടോ, നിഷ മീഡിയ സെർച്ച് ചെയ്യുക, ക്രിസ്മസ് ആൽബം കാണുക. ഇപ്പോൾ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ രസകരം എന്ന് പറഞ്ഞ ആൽബം ചെയ്യുന്നുണ്ട്, പിന്നെ പണം എന്ന് പറഞ്ഞ ആൽബം, പിന്നെ നമ്മുടെ തിങ്കളാഴ്ച പാട്ടുകാരൻ്റെ ഒരു ആൽബം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ലുക്ക് മാറ്റിയാണ്. പിന്നെ സിനിമയ്ക്ക് വേണ്ടി ഒരു വളവ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സുമതി വളവ്. പുള്ളി പറഞ്ഞാൽ കേൾക്കുന്നില്ലെന്ന്. കാരണം പുള്ളി എന്നെക്കാളും പ്രായം കൂടിയ ആളായതുകൊണ്ടും നമ്മൾ ചെറിയ ആൾക്കാർ ഇപ്പോൾ ഞാനും ബ്രൈറ്റും ഒക്കെ വലിയ പ്രായം വ്യത്യാസമില്ല, 25, 24 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആട്ടയത്തിനും ഈ പറയുന്ന ഒരു 38 വയസ്സ് മുകളിലാണ് പുള്ളി പറയാം. പുള്ളിയുടെ അവസ്ഥ പറഞ്ഞാൽ ഭയങ്കര ദയനീയമാണ്. കാരണം പുള്ളിയുടെ വീട് ഞാൻ കണ്ടതാണ്. കാരണം പുള്ളി ഇപ്പോൾ ശരിക്കും കളിച്ചോണ്ട് നടക്കുമെങ്കിലും ഇപ്പോൾ നമ്മുടെ ഈ ബിൽഡിങ്ങില്ലേ നല്ല തേച്ച് മിനുക്കി പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിരിക്കണല്ലേ, പുള്ളിയുടെ വീട് കാണണം. ഭയങ്കര ശോചനീയ അവസ്ഥയാണ്. കാരണം ഈ ഓരോരുത്തർ എന്തോ ഒരു അച്ചായൻ എന്ന് പറഞ്ഞ അച്ചായൻ ഗോൾഡില്ലേ, അച്ചായൻ ഗോൾഡ് എന്ന ചെയർമാൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കണം. കാരണം ആട്ടയം എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് മിമിക്രി പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് പുള്ളി ജീവിക്കുന്നു. പക്ഷേ 3 മക്കളും താമസിക്കുന്നത് ഒരു ചോരാത്ത ബിൽഡിംഗ് എന്ന് പറയാം. പക്ഷേ ജനലും ഇല്ല, ഡോറുണ്ട് അടച്ചുപൂട്ടുണ്ട്, പക്ഷെ ജനലും ഇല്ല, കൊതുക് കയറുന്നു. പിന്നെ ഫ്ലോർ ചെയ്തിട്ടില്ല, ഫ്ലോർ തേച്ചിട്ടില്ല, ഇങ്ങനെ കല്ല് കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുക. പിന്നെ തേപ്പൊന്നും നടന്നില്ല. അപ്പോൾ അത് ആ വീടൊക്കെ ഒന്ന് ആരെങ്കിലും സഹായിച്ചാൽ, ഇപ്പോൾ ഒരുപാട് പേര് സഹായിക്കാൻ ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ കളിയാക്കിയത് ഈ വീഡിയോ ചെയ്യുന്ന കളിയാക്കാനല്ല കേട്ടോ, ഈ വീഡിയോ പോസ്റ്റ് ചെയ്താലില്ലെങ്കിൽ നമ്മൾ അത് പറയണമല്ലോ. അപ്പോൾ കാരണം അദ്ദേഹം ചാലക്കുടിക്കാരൻ ചങ്ങാതി ചെയ്തു, പിന്നെ വെടിക്കെട്ട് കോളനി. പക്ഷേ അതുകൊണ്ടും കാര്യമൊന്നുമില്ലെന്നാണ് പറയുന്നത്. സിനിമ പുള്ളി എനിക്ക് പറഞ്ഞാൽ പണിക്ക് പോകണമെന്ന് ഞാൻ പറയണത്. കാരണം നല്ലൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്റ്റായിട്ട്, സിനിമ എപ്പോഴും ഇല്ലല്ലോ, കോൺട്രാക്ട് രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് ജീവിക്കാവുന്നേ ഉള്ളൂ. കറക്റ്റായിട്ട് ഒരു 3 ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ അത്ര വരില്ല. കാരണം ജനൽ മേടിക്കണം. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീടിൻ്റെ പണിയൊക്കെ തീർത്തത് എത്ര നാളുടെ പരിശ്രമം കൊണ്ടാണ്. അല്ല, ഞാനൊരു അവസ്ഥ പറഞ്ഞതാ. കാരണം ഒരുപാട് പൂച്ചകളുണ്ട് വീട്ടിൽ, അതാ പുള്ളൊരു രോഗം, പൂച്ചേര അഡിക്റ്റാ. പണ്ടൊരു പടം ഉണ്ടല്ലോ, മഞ്ജുവാരുടെ പടം ഉണ്ടല്ലോ, ജയറാമേട്ടൻ്റെ സമ്മറിൻ ബദലേ, അതേപോലെ അവസ്ഥയാണ്. ഞാൻ 2-3 ദിവസം രാത്രി സ്റ്റേ ചെയ്യേണ്ടി വന്നു ആ വീട്ടിൽ. കാരണം ഞാൻ ഏതൊരവസ്ഥയും പൊരുത്തപ്പെടും. കാരണം സിനിമയിലാണെങ്കിലും ഓരോരോ ലൊക്കേഷനിൽ ഓരോരോ വീടുകളല്ലേ കാണിക്കുന്നത്. ശോചനീയാവസ്ഥയിലെ വീടുകളിലും നായകന്മാർ അഭിനയിക്കുന്നില്ല. അതുപോലെ തന്നെ എനിക്കും ആ വീട്ടിൽ പോയപ്പോൾ ഞാനും അഭിനയിച്ചെന്ന് പറയാൻ പറ്റില്ല, ആ ലൈഫ് എൻജോയ് ചെയ്തു. കാരണം കട്ടിലും ബെഡൊക്കെ ഉണ്ട്, പക്ഷേ നിലം ഫ്ലോർ ചെയ്തിട്ടില്ല, തേപ്പ് നടന്നിട്ടില്ല. അതൊക്കെ അച്ചായൻസ് കണ്ടു കഴിഞ്ഞാൽ, അച്ചായൻ്റെ പേജ് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് അത്യാവശ്യം തേക്കാനുള്ള സൗകര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് പേർക്ക് അച്ചായൻ ചെയ്യുന്നുണ്ടെന്ന് കണ്ടു. അപ്പോൾ എനിക്ക് ഈ പുള്ളിയുടെ വീട് കണ്ടപ്പോൾ ഭയങ്കര ശോചനീയമായിട്ട് തോന്നി. അപ്പോൾ എൻ്റെ ഒരു നിഗമനമാണ്, അലിൻ ജോസ് പെരേരയുടെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ മൂവാറ്റുപുഴ ആട്ടയത്ത് പോയിട്ട് നോക്കാവുന്നതാണ്. നമ്മൾ കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ, അവരുടെ വീട് കാണുമ്പോൾ അറിയാം. കാരണം പുള്ളി ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും വരും. പുള്ളി പറയും, പുള്ളിയുടെ വീട്ടുകാർ പറഞ്ഞ മുടി വെട്ടില്ല, കുളിക്കില്ല എന്നൊക്കെ പറയണം. അതേപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഷിയാസ് കരീമിന്റെ കല്യാണത്തിന് പോയപ്പോൾ അനുമോളുടെ ഒരു അടുത്തൊരു പ്രസ് മീറ്റ് വന്നിട്ടുണ്ട്.
ഒരു താടി മുടി വെച്ച ഒരാള് അല്ലെങ്കിൽ ആ റിവ്യൂ പറയുന്ന ആളെന്നൊക്കെ പറഞ്ഞ് അവരൊന്ന് ഫോട്ടോ എടുത്തു, നിങ്ങൾ പറഞ്ഞത് കള്ളമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചു, അത്രേ ഉള്ളൂ. തെറിയൊന്നും പറഞ്ഞില്ല. അത് പെട്ടെന്ന് എനിക്ക് എൻ്റെ മൈൻഡും ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. അവിടെ ഡാൻസൊക്കെ ചെയ്ത് പോകുന്ന സ്ഥിതിയിൽ പെട്ടെന്ന് ഒന്ന് തെറി വിളിച്ച പോലെ തോന്നിയായിരിക്കും. തെറി വിളിച്ചിട്ടുണ്ടാവില്ല, തോന്നിയായിരിക്കും. അപ്പോൾ അതിനോട് ഞാൻ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അനുമോളോട് ഞാൻ സോറി പറയുന്നു. പിന്നെ എന്താ പറയുക, അനുമോളായിട്ട് സെൽഫി എടുത്തതാണ് ഓൾറെഡി. ജാങ്കോ സ്പേസിലെടുത്തതാണ്. ജാങ്കോ സ്പേസ് ഫോക്കസ് മീഡിയ ഇപ്പോഴും റീൽ അത്യാവശ്യം വൈറലല്ല, അത്യാവശ്യം ട്രെൻഡ് ഉണ്ട്. കാരണം സെൽഫി എടുക്കുന്നത് ആൾക്കാർ ട്രോളുമില്ല. വേറെ എന്ത് മണ്ടത്തരം, സെൽഫി ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ അത് ട്രോളും. പക്ഷേ സെൽഫി എടുക്കുന്നത് വൈറലാവില്ല. പക്ഷേ ആ പോസ്റ്റ് പേജിലുള്ളതുകൊണ്ട് സമാധാനമായി. പിന്നെ ജാങ്കോ സ്പേസിൽ അജിത് കുമാറിൻ്റെ വീഡിയോ ഉണ്ട്, അജിത് കുമാറെ പരിചയപ്പെടുന്ന വീഡിയോ. കാരണം നമ്മുടെ ഈ ഒരു സംഭവങ്ങൾ ഒരുപാട് ചാനൽ ഞാൻ ചോദിച്ചപ്പോൾ നോ എന്നാണ് പറഞ്ഞു. കാരണം ജാങ്കോ സ്പേസ് ആണെങ്കിലും വെറൈറ്റി മീഡിയ ആണെങ്കിലും ഒരുപാട് ചാനൽ ഞാൻ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ കാണിച്ച മനഃശാസ്ത്രയ്ക്ക് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഇതിന് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ?